രുദ്രാക്ഷത്തിന് അതിൻ്റേതായ മഹത്വമുണ്ട്. അത് ധരിച്ചുകൊണ്ട് ചെയ്യുന്നതായ സത്കർമ്മങ്ങൾക്ക് 10 മടങ്ങ് ഗുണമാണ്. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ചെല്ലുന്നതായ സഹസ്രനാമത്തിന് 10 മടങ്ങ് ഗുണമുണ്ട്. അതുപോലെ തന്നെ അത് ധരിച്ചുകൊണ്ട് ചെയ്യണ പാപത്തിനും 10 മടങ്ങുണ്ട്. അത് ധരിച്ചുകൊണ്ട് മാലകളെ കുറ്റം പറയുക, മോശം പറയുകയൊക്കെ ചെയ്താൽ അതിനും 10 ഇരട്ടി നിൽക്കും. അപ്പം അതുകൊണ്ട് രണ്ടും കൂടി ഒരുമാതിരി അഡ്ജസ്റ്റായിട്ട് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം അത് ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതായ പവിത്രതയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ ധാരണം, അതുപോലെ ഭസ്മധാരണം, ഭസ്മമുണ്ടാക്കുന്ന രീതി തന്നെ അവിടെ ധരിച്ചു പറയുന്നുണ്ട്. അതിൻ്റേതായ പറഞ്ഞതായ ചാണകം അത് വേണ്ട രീതിയിൽ ഉണക്കിയെടുത്ത് ശിവരാത്രി ദിവസം അത് മഹാദേവൻ്റെ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം അത് നിരീക്ഷിക്കാൻ. ഇങ്ങനെ ഉണ്ടാകുന്നതായ ഭസ്മം വേണം കുടിയിടാൻ. ശരീരത്തിൽ 16 സ്ഥലങ്ങളിൽ ഭസ്മത്തിൻ്റെ കുടിയിടാം. ഭസ്മം കുടിയിടുന്ന സമയത്ത് പല മന്ത്രങ്ങളുണ്ട്. പൊതുവെ നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മം കുടിയിടാം എന്നൊക്കെ പറയും. അപ്പം ഇന്നിപ്പോൾ കിട്ടുന്ന ഭസ്മമൊന്നും ഈ പറഞ്ഞ ഭസ്മമൊന്നുമല്ല. വൈക്കോല് നിന്നുള്ള ഭസ്മമാണ് ധാരാളമായിട്ട് പാക്ക് ചെയ്ത് വരുന്നത്. വൈക്കോല് ധാരാളം തമിഴ്നാട്ടിൽ വാങ്ങിച്ചുകൊണ്ട് ശബരിമലയിൽ തുടങ്ങുന്നത്. വൈക്കോലൊക്കെ ഞാൻ പാലക്കാട് ഭാഗത്താണ്. അപ്പോൾ അവിടെ വൈക്കോലിന് ആ സമയത്ത് വരുമ്പോൾ എന്താ ഈ വൈക്കോല് ഇങ്ങനെ അപ്പോഴാണ് ഇതൊക്കെ ഭക്ഷണം ആ ഒരു സുഗന്ധം കൂടി അടിക്കും. ആ ഭക്ഷണം കഴിച്ചിട്ടൊന്നും നേരെയില്ല. അത് സ്വന്തം ഗൃഹത്തിലും തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഭസ്മം ഉണ്ടാക്കാൻ ആ ഭസ്മത്തിന് ഈ പറഞ്ഞതായ ഗുണങ്ങളൊക്കെ ഉള്ളൂ. അതിന് ഈ ഭസ്മം എന്ന് തന്നെ ഇതുള്ളൂ. പറയുന്നതിലൊക്കെ ഭസ്മം ദേഹ എന്നൊക്കെ മന്ത്രങ്ങളുണ്ട്. ഏറ്റവും ഭസ്മം പുരിയിടുന്നത് ശരീരം ഇതുപോലെ ഭസ്മമായി ചെയ്യുന്നതാണ്. ഉണ്ടാവണം. ഭസ്മം പുരിയിടുന്ന രീതി വിശദമായിട്ട് കാരണം പൂർവ്വകാലങ്ങളിൽ ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഈശ്വരീയമായിട്ട് ഇപ്പം രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഈശ്വരീയത കൊണ്ടുവരാൻ വേണ്ടിയാണ് എല്ലാ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ദിനചര്യ എന്ന് പറഞ്ഞ് ഏത് ചെയ്യുന്നതിലും എന്നിട്ട് ഈശ്വരീയ തലമുടി കൊണ്ട് പറയേണ്ട സ്ത്രീകൾ തലമുടി പിന്നിയിടുന്നത് പോലെ സ്ത്രീകളുടെ സങ്കല്പമാണ്. അതിൻ്റെ തലമുടി പിന്നിയിടുന്ന സമയത്ത് ഈ പറഞ്ഞതായ 3 നദികളും ഗംഗാനദിയും യമുനാനദിയും സരസ്വതിയും ചേർന്നതാണ്. ആവശ്യമാണ് കണ്ണെഴുതുന്ന സമയത്ത് നമസ്കമലവാസിനി മന്ത്രം ചൊല്ലിക്കൊണ്ട് ലക്ഷ്മി ദേവിയുടേതായ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെയൊക്കെ ഈ 24 മണിക്കൂർ ഈശ്വരീയമായി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിക്കാണ് പൂർവ്വകാലത്ത്. ഇന്നിപ്പോൾ അത് അങ്ങനെ തന്നെ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളതായ ഇതില്ല പ്രായോഗികതയിൽ. ഇതാണ് അടിസ്ഥാനം എന്നുള്ളത് വേണം. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നിത്യം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈശ്വരത്തിനാണ് കൊണ്ടുവരാനായിട്ടുള്ളത്. അല്ലാണ്ട് ഭസ്മം കൊണ്ടിടുമ്പോൾ മാത്രം ഈശ്വരനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഭസ്മം കിട്ടാനില്ല. പിന്നെ ശബരിമലയ്ക്ക് പോകുമ്പോൾ മാത്രമേ കിട്ടൂ. അതിന് പകരം എന്ത് ചെയ്യണം? മൊബൈൽ എടുക്കുമ്പോഴൊക്കെ നാരായണ